പ്രൈസ് ദി ലോർഡ്. 2025 ദൈവമക്കളാകുന്ന നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. കൂടുതൽ ആത്മശക്തി പ്രാപിക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ വചനം ധ്യാനിക്കുവാൻ, കൂടുതൽ കർത്താവിനോട് അടുക്കുവാൻ, ആത്മീയമായി ഉണർത്തപ്പെടുവാൻ, ദൈവകൃപ ആർജിക്കുവാൻ, ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ, ആത്മീയ വർധന പ്രാപിക്കുവാൻ, ആത്മീയ നിറവ് പ്രാപിക്കുവാൻ 2025 ദൈവമക്കളായ എല്ലാവർക്കും ധാരാളമായി കർത്താവ് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഭൗതികമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിലും മതി എന്ന് വിചാരിച്ചു. ഭൗതിക അനുഗ്രഹത്തിനോടുള്ള പ്രാർത്ഥനകളും പഠിപ്പിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമെന്ന് പൗലോസ് പറഞ്ഞത് എനിക്കറിയത്തുള്ളൂ. ഇന്ന് ഈ ഭൗതികത്തിന് വേണ്ടി കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിക്കാനും അതിൻ്റെ പിറകെ പോകാനുമായിട്ട് ഇന്ന് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അത് വചനത്തിൻ്റെ വെളിപ്പാട് അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വന്ന വേറൊരു വിഷയമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവ് വന്ന് സഭയെടുത്തു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കിരാത ഭരണം ഈ ഭൂമിയിൽ നടക്കുമെന്ന് വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പ്രവചനം, ഇതര പ്രവചന പുസ്തകങ്ങൾ ശക്തമായി പഠിപ്പിക്കുന്നു. ആരൊന്നും പഠിക്കുന്നില്ല, ആർക്കൊന്നും പഠിക്കണ്ട. വല്ലവരും വായി തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതൊക്കെ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി. ഇന്നത്തെ വിശ്വാസികൾ നല്ലൊരു ശതമാനം അതാ. നമ്മളങ്ങനെ ആകരുത്. നമ്മൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം. ബരോബേലെ വിശ്വാസികളെ പോലെ. ദാനിയേൽ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവവചനത്തിൻ്റെ പ്രാവചനിക, അതായത് വചന നിവൃത്തിയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അത് ഒരു കാലസംഖ്യയെക്കുറിച്ച് താൻ വചനത്തിലൂടെ ഗ്രഹിച്ചു, പഠിച്ചു. ഒരു കാലസംഖ്യ തൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അത് വെച്ച് താൻ പ്രാർത്ഥിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വചനത്തിലൂടെയുള്ള വെളിപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് താൻ പ്രാർത്ഥിച്ചു. അതുപോലെ ഇപ്പോഴും ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ വരവായെന്നുള്ളൊരു വലിയ വെളിപ്പാട് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നതുകൊണ്ട് അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ ഈ സിസ്റ്റങ്ങളെല്ലാം മാറാൻ പോവുക. യാതൊരു സംശയമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യം നടക്കത്തില്ല. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. യഹോവയുടെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും വരാൻ പോവുക. അന്ന് ഇവിടെ കിടന്ന് കയ്യും കാലും അടിച്ചിട്ട് കഥയില്ല. ഇന്നിത് സുലഭമായിട്ട് വചനം കിട്ടുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള സാധുക്കൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് വലിയ തോതിൽ അല്ലെങ്കിലും ഒരു ചെറിയ ശേഷിപ്പായിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് വചനമാണല്ലോ എല്ലാത്തിനും. ആമോസ് പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്: അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, 8-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. പിന്നെയോ യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനായിട്ടുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനങ്ങൾ അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടു കിട്ടുകയില്ല താനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചോടെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ബാങ്കിങ് സിസ്റ്റം. അന്ന് ക്രിസ്തു ഭരിക്കുന്ന കാലത്ത് ഗൂഗിൾ സിസ്റ്റം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ബിസിനസ് ചെയ്യുന്നു, ആർക്കെങ്കിലും കാശ് അയച്ചു കൊടുക്കുന്നു, കുട്ടികൾക്ക് പഠിക്കാൻ ഫീസ് ഇട്ട് കൊടുക്കുന്നു, കുറേ അപ്പം എനിക്ക് ഒരു 4500 രൂപ വേണം.
ഇന്ന് വേണം, ഇപ്പം തിട്ട് തരണം. ഉടനെ എടുത്ത് കുത്തി, മോൻ്റെ പേരിലുള്ള ഗൂഗിൾ നമ്പർ കുത്തി, ഒരു സെക്കൻഡ് കൊണ്ട് കാശ് കിട്ടി, സന്തോഷം. യേശുക്രിസ്തു ഭരിക്കാൻ വരുന്ന സമയം യേശുക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഈ പരിപാടി ബ്ലോക്കാവും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്? നിങ്ങൾ ബാങ്കിൽ കിടക്കുന്ന കാശ് എടുക്കാനായിട്ട് നിങ്ങൾ കാർഡ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് തിരിച്ചു പോരും ഇങ്ങോട്ട്. അപ്പോൾ ഇവിടുത്തെ മെഷീൻ്റെ തകരാറാണ്, അടുത്ത ബാങ്കിൽ പോകാം. ഒരു 3-4 ബാങ്കിലെങ്കിലും കാശ് ഇട്ടിട്ടുണ്ടല്ലോ പലരും, വലിയ വലിയ ഓഡീഷന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം തരാം, അടുത്ത ചെല്ലും, അവിടെ ചെന്നപ്പോൾ അതും അത് തന്നെ സ്ഥിതി. 3-ാമത്തെ ബാങ്കിൽ ചെല്ലും, അവിടെയും അത് തന്നെ സ്ഥിതി. എന്താ കാര്യം? കംപ്ലീറ്റ് ഈ ലോകത്തിൻ്റെ ഭരണ സംവിധാനം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ദൈവം വിട്ടുകൊടുക്കാൻ പോവുക. അത് ദൈവമായി ചെയ്യുന്നേ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു പരിപാടിയും പിന്നെ നടക്കത്തില്ല. A to Z വരെയുള്ള ഭരണം അവൻ്റെ കയ്യിലായിരിക്കും. അവൻ നിയമം മാറ്റി എഴുതും, അവൻ നിയമം കഠിനമാക്കും. ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീഡം മുഴുവൻ നഷ്ടപ്പെടും. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കഞ്ഞുകുടി മുട്ടും. ഇപ്പം നമ്മൾ ഗിൻറ്റി ചിക്കനും പിന്നെന്താ ബ്രോയിലർ ചിക്കനും ആ ചിക്കനും ഈ ചിക്കനും അതും ഇതുമൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ടല്ലോ. പിസ്തയും ബീഫ് ഫ്രൈയും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ടല്ലോ. നല്ല കാര്യം, അതിന് കഴിക്കേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണം വന്നു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം വരുന്നു, വലിയ ക്ഷാമം ഇവിടെ ഉണ്ടാകും. ഒരു കുടുംബത്തിന് ഒരു 2 കിലോ ഗോതമ്പാണെന്നാണ് പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു കേട്ട്. ഞാനതൊന്ന് സെർച്ച് ചെയ്യാൻ പോവാം. 2 കിലോ ഗോതമ്പ് കൊണ്ടുവന്ന് ഒരാഴ്ചത്തേക്ക് ഒരു കുടുംബത്തിന് 2 കിലോ ഗോതമ്പ് എന്ത് കിട്ടാനാ? ബിരിയാണി അരിയോ കിട്ടത്തില്ല. വെള്ളം കുടിപ്പിക്കും അവരുടെ ഇട്ട്. ഞാനിതൊക്കെ പഠിച്ചു പറയുന്ന കാര്യങ്ങൾ ചുമ്മാ പറയില്ല. മരണം കൊതിക്കും, മരണം അന്വേഷിക്കും. അത് വേണമെങ്കിൽ എടുത്തുനിന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം. അത് ഈ ദിവസങ്ങളിൽ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അതങ്ങടെ കിടക്കുക വാങ്ങി. വെളിപ്പാട് പുസ്തകം 9:1 മുതൽ ഇങ്ങോട്ട് വായിച്ചു വന്നോണം. വെട്ടുകിളി പുറപ്പെട്ടിട്ട് കുത്തുന്ന കുത്ത് 5 മാസം ദണ്ഡിപ്പിക്കും അവൻ. ഒരൊറ്റ കുത്ത് 5 മാസമാണ് വേദന. അന്ന് ജോലിക്കും പോകാൻ പറ്റത്തില്ല, ഓട്ടം ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും വരും. അയ്യോ അയ്യോ എന്ന് കിടന്ന് കാറിക്കൊണ്ടിരിക്കും. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. 9:6 വെളിപ്പാട് 9:6 കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഇതെല്ലാം പറയാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. ഈ കാലം ആസന്നമായി ദൈവമക്കളെ. ഈ പ്രോസ്പെക്റ്റിക്കാർ പിള്ളേര് ഊജാന്താടി വെച്ചവനൊക്കെ കിടന്ന് കാറുന്നത് കണ്ട് നമ്മളാരും തുള്ളിച്ചാടല്ലേ. ഞങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്, കോവിഡ് വരുന്ന സമയത്ത്, കോവിഡ് വരുന്നതിന് മുൻപ് ഇവിടെ കുറേ പിള്ളേർ ഈ ഈ ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെല്ലാം കൂടി അവിടെ പ്രവചിക്കാൻ തുടങ്ങി. എന്താ ഇപ്പോൾ ഉള്ള നമ്മുടെ അവസ്ഥ ദൈവം മാറ്റാൻ പോവുക. 5000 പേര് ഇരിക്കുന്ന സ്ഥലം 15000 ആക്കാൻ പോവുക. അപ്പം അതിനനുസരിച്ച് നമുക്ക് സർക്കസ് കൂടാരം വലുതാക്കണം. ആളെ കൂട്ടിയാലല്ലേ കാശ് കിട്ടുള്ളൂ. ആളെ കൂട്ടി സർക്കസ് കാണിച്ചാലല്ലേ കാശ് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ കാശ് വാങ്ങി കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ച് ഒരു സഹോദരൻ ഹോള് പണിയാനായിട്ട് PG വർഗീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, 8 കോടി എനിക്ക് വേണം പപ്പ. അങ്കിൾ പണ്ട് ഇത് കേൾക്കേണ്ട താമസമേ ഉള്ളൂ. പ്രാർത്ഥനയായി പുള്ളിയുടെ രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. എനിക്ക് 8 പോക്കറ്റുണ്ട്, 8 പോക്കറ്റും തുറന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും ഇട്ട് തരാം. കർത്താവിൻ്റെ വേലയ്ക്ക് പുള്ളിക്ക് കൊടുത്തിട്ട് വേണോ കർത്താവിൻ്റെ വേല ചെയ്യാൻ? നമ്മൾ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്കല്ലേ. വായിച്ചു പഠിച്ചോ. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഈ അങ്കിൾ വൺ പറഞ്ഞത് ആ വചനത്തിൻ്റെ വ്യവസ്ഥയാണെന്ന് മനസ്സിലായിക്കോണം. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്കുക, വാണിഭമാക്കാനുള്ള പരിപാടി, കച്ചവടച്ചരക്ക്. നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാനല്ല ഈ 8 കോടി വാങ്ങി ഹോള് പണിത് പ്രാർത്ഥന നടത്തുന്നെന്നുള്ളത് പ്രബുദ്ധരായ കേരളത്തിലെ ജനത്തോട് ഞാൻ തുറന്ന് വിളിച്ച് പറയുക.
കേരളം ദൈവത്തിൻ്റെ നാടാണെന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. ചെകുത്ത നൃത്തം വയ്ക്കുകയാണ് കേരളത്തിൽ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഞാൻ പറയുക, നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റപ്പെടാൻ പോവുക. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കിടന്ന് അലയാൻ പോവാണ് നമ്മൾ. പണ്ടൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ആ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരിക. ഒരാഴ്ച 2 കിലോ ഗോതമ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. പുള്ളി അന്നത് പറഞ്ഞത്. ഈ ഗോതമ്പ് കൊണ്ടുവന്ന് 4 പേരുള്ള 5 പേരുള്ള ഒരു കുടുംബത്തിലെ ഈ 2 കിലോ ഗോതമ്പ് എന്തിനാ? ഒരു ദിവസമല്ലേ ഉള്ളൂ തിന്നാൻ. പക്ഷേ അപ്പനും അമ്മയും കൂടി പറയും, മക്കളെ ഒരു ദിവസം കൂടി തിന്നണ്ട. ഒരു വലിയ കലത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതൊരു കിഴി കെട്ടി ഈ ഗോതമ്പ് ആ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. കിഴി കെട്ടി ഇറക്കുക. ഇതിൻ്റെ എസൻസ് തിളച്ച് കഴിയുമ്പോൾ എസൻസ് വെള്ളത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ ഒരു തരം ചെറിയൊരു മിനി സൂപ്പ് പരുവത്തിലാവും. കിഴി മാറ്റി വെച്ചിട്ട് അതെല്ലാം കൂടി എടുത്തങ്ങ് കുടിക്കുക. ഇതൊക്കെ കുടിച്ചാൽ വിശപ്പടങ്ങുമോ? അദ്ദേഹം പറഞ്ഞതാ ഞാൻ പറയുന്നത്, എൻ്റെ ഭാവനയല്ലത്. കാരണം ഇത് പറക്കി തിന്നാൻ പറ്റത്തില്ല, പൊടിച്ച് തിന്നാൻ പറ്റത്തില്ല. ഒരു ദിവസം കൊണ്ട് തീരൂല്ലേ? ഇപ്പൊ കിഴി കെട്ടി വെള്ളം കുടിച്ചാൽ 2-3 ദിവസമെങ്കിലും കുടിക്കാമല്ലോ എന്നൊരു ചിന്ത, അതാ പുള്ളി പറഞ്ഞത്. അതെന്തു ആകട്ടെ, ലോകാരംഭം മുതൽ ഇതുവരെ മനുഷ്യൻ അനുഭവിക്കാത്ത കഷ്ടതകൾക്ക് സാക്ഷ്യം പറയുന്ന ഒരു കാലഘട്ടമാണ് യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണമെന്ന് പെന്തക്കോസ്ത് സമൂഹം തിരിച്ചറിയുക. കർത്താവ് സഭയെ മാറ്റിക്കഴിഞ്ഞാൽ ഈ യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണം ഇവിടെ നടക്കാൻ പോവുക. അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ശക്തമായ വെളിപ്പെടുത്തൽ പൗലോസ് പുതിയ നിയമത്തിൽ ചെയ്തിരിക്കുന്ന ഭാഗം ഞാനങ്ങ് വായിച്ച് ഈ ഷോർട്ട് മെസ്സേജ് അങ്ങ് നിർത്താനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ഇത് എൻ്റെ മാന്യ ശ്രോതാക്കളെല്ലാം ഒന്ന് കേൾക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ആ ഭാഗം അങ്ങ് വായിക്കാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും അത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടി ഒരു പ്രചോദനമാണ്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലിളകുകയും ഞെട്ടിപ്പോവുകയും വരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ഇന്നിപ്പോൾ ചതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന പല മീറ്റിങ്ങുകളും ചതി മീറ്റിങ്ങാണ്. ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകമിത്. എന്നെ ദൈവജനം പഠിപ്പിച്ച ഒരു കർത്താവ് MC മാത്യു, ഞാൻ മരിച്ചുപോയി. അത് ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് പാടി കേൾപ്പിക്കും. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ അത് കിടപ്പുണ്ട്. ഈ ലോകം ചതിക്കുന്ന ലോകമാണ്. കാരണം ചതിയനായി ഈ ലോകം ഭരിക്കുന്നേ. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുക. നമ്മുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയും ചതിച്ച ദുഷ്ടപിശാചിൻ്റെ നിയന്ത്രണത്തിലായി ലോകം കിടക്കുന്നത്. അതുകൊണ്ട് ആ ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിലെ കാര്യങ്ങൾ ഒപ്പിയെടുക്കരുത്, ലോകക്കാരോട് ഇടകലർന്ന് ലോകക്കാരുടെ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 2 Thessalonians 4:4. ഈ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിക്കേണ്ടതിന് ഗലാത്യർ 1:3. കർത്താവ് ഈ ദുഷ്ടലോകത്ത് നമ്മളെ വിടുവിക്കാൻ പോവുക. ദുഷ്ടന്റെ ഭരണം നടക്കുന്ന ലോകത്ത് നമ്മളെ വിടുവിക്കാൻ പോവുക. ഈ ദുഷ്ടലോകത്ത് കർത്താവ് നമ്മെ രക്ഷിച്ചെടുത്തിട്ട് നിത്യതയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ 7 വർഷം സ്വർഗത്തിൽ നമ്മളായിരിക്കും ചെയ്യും എന്നാണ് ദൈവവചനം പറയുന്നത്. മധ്യാകാശത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളെ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക്. പിന്നെ 7 വർഷം കഴിഞ്ഞിങ്ങോട്ട് വരുവുള്ളൂ. അപ്പം ചിലരൊക്കെ ചോദിക്കും, അങ്ങനെയാണ് വല്ല ചാപ്പാട് കഴിക്കുന്നത്. എൻ്റെ പൊന്നെ, ചാപ്പാടല്ല, യേശുക്രിസ്തുവിനെ പോലുള്ള രൂപാന്തര ശരീരമായി കർത്താവ് ഒന്ന് ചേർത്താൽ നിന്റെ സകല പ്രശ്നങ്ങൾ അതോടുകൂടി പരിഹരിക്കപ്പെടുക. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത
ഒരു സ്പിരിച്വൽ ബോഡിയിലേക്ക് എന്നെയും നിന്നെയും കർത്താവ് മാറ്റാൻ പോവുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നത്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് പോകുന്നതിൻ്റെ കാര്യം എന്താ? കഷ്ടതയില്ലാത്ത രൂപാന്തര ശരീരം എനിക്ക് കിട്ടാൻ പോകുകയാണ്. വേണമെങ്കിൽ ഭക്ഷിക്കാൻ, വേണമെങ്കിൽ ഭക്ഷിക്കണ്ട. ഒരു സ്പിരിച്വൽ ബോഡി. പ്രിയമുള്ളവരെ, എന്നതാകുന്നു ഇതിൽ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശന്മാരാകും. യേശുക്രിസ്തുവിനെ പോലെ സാദൃശ്യമുള്ളൊരു ശരീരം. ദൈവത്വത്തിൽ നാം ആരുമല്ല, എന്നാൽ ആ രൂപാന്തര ശരീരം കർത്താവിന് നമുക്ക് ഒരുപോലെ ആയിരിക്കും. അത് കോവിഡും കൊറോണയും പിന്നെ അതൊന്നും കയറി പിടിക്കത്തില്ല. അതിൽ സ്പിരിച്വൽ ബോഡിയാണ്. ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്. ഇന്നത്തെ മഹാന്മാർ അവരുടെ ഭൗതിക ശരീരങ്ങളെ, ലെനിൻ്റെ ശരീരം പോലും മരുന്നൊക്കെ ഇട്ട് കുളിപ്പിച്ച് വച്ചേക്കാന്നാണ് പറയുന്നത്. ഈജിപ്തിൽ അനേകരെ മരിച്ചു പോയവരെ മമ്മിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ജീവൻ കിട്ടുമെന്ന് പറഞ്ഞു. അതെന്തോ ആവട്ടെ, നമുക്ക് കർത്താവ് തരാൻ പോകുന്ന ശരീരം കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകുന്നുണ്ട്. അവരോട് സദൃശന്മാരാകും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുക. ഇവിടുത്തെ ഇടപാട് തീരാൻ പോവുക. വാത്സല്യ ദൈവമക്കളെ, ഞാനീ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ കഴിയണമെങ്കിൽ നിങ്ങൾ പുസ്തകം വായിച്ചു പഠിക്കുക. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആ ദിവസം കള്ളനെന്ന പോലെ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരുള്ള വെളിച്ചത്തിലുള്ളവരായിത്തീരുക. ആരും ഏതുവിധനെയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മനിവർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്ന പൂജാവിഷയം എന്ന പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. പരിശുദ്ധാത്മാവ് തടഞ്ഞുകൊണ്ടിരിക്കുക, നമുക്കറിയാം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് പോയി കഴിയുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അധർമ്മമൂർത്തിയെ എന്നെ എന്ത് ചെയ്യുമെന്നുള്ള പോലീസ് പഠിപ്പിക്കുന്നത്. അവൻ്റെ കർത്താവായ യേശുവിൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളുടെയും അനീതിയുടെയും സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത കൊണ്ടാണ് ഇവിടെ മറക്കിൾസ് നടക്കുന്നത്. മറക്കൽ ക്രൂസൈഡ് നടക്കുക, ഒന്നുമില്ലാത്ത മറക്കൽ, അത്ഭുതം. ബെൽറ്റ് മാറ്റി, മുഴ മാറി, പിന്നെ കഷ്ടത മാറി, വിസ വന്നു. പിന്നെ ഷാർജയിലേക്ക് പോകാതിരിക്കുന്ന സഹോദരിയോടൊരുത്തം പറയുക, നിന്നെ ഷാർജയിൽ നിന്ന് മാറ്റി നിന്നെ അമേരിക്കയിലെ അയക്കുക. പുള്ളിയാണ് അമേരിക്കയിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ പ്രസ്താവന ഞാൻ കേട്ട് വന്നപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞപ്പോൾ മനസ്സിലായി, ഭൂലോക തരികടയാണ് ഇയാളെന്ന്. അതെന്താണെന്നറിയോ? അടുത്ത പ്രസ്താവന, നിങ്ങളെപ്പോലൊരു 10 പേര് വിദേശത്ത് കയറി പറ്റിയാൽ എൻ്റെ കാര്യം ഓക്കെ. ഈ കള്ളപ്രവാചകൻ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇവൻ മഹാഫ്രോഡാണല്ലോ. ഒരു വിശുദ്ധനായ ദേവദാസന് പറയാവുന്ന വാക്കാണോ ഈ പറയുന്നത്? ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലം എന്നല്ലാതെ എന്താ പറയാനാ? ഇത് കേട്ട് തുള്ളാനായിട്ട് കുറേ ഗുണം പിടിക്കാത്ത വിശ്വാസികളും. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരും ഇങ്ങനെയുള്ള അബദ്ധകരമായ പ്രസ്താവനകൾക്ക് ചെവി കൊടുക്കരുത്. നിങ്ങൾ വചനം വായിച്ചു പഠിക്കുക. 2 തെസ്സലോനിക്കർ 2:9 അതിന് മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തോണ്ടും വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കോണ്ടും സത്യത്തെ സ്നേഹിച്ചു കൊള്ളാകിയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. അപ്പം രക്ഷിക്കപ്പെടാതെ ഈ അത്ഭുതത്തിൻ്റെ പുറകെ നടക്കുന്നവർക്ക് ഒരു പണിഷ്മെൻ്റ് ആണെന്നങ്ങ് വെച്ചോ. സത്യത്തെ സ്നേഹിച്ചു കൊള്ളാകിയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും
ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം തന്നെ നല്ല ആത്മാവും നമ്മുടെ മേലയക്കും, വ്യാജത്തിന്റെ ശക്തിയും നമ്മുടെ മേലയക്കും. എങ്ങനെ? സത്യത്തെ വിശ്വസിക്കാതെ സത്യത്തിനെതിരെ പുറം കാട്ടിക്കൊണ്ടിരുന്നാൽ, കള്ളപ്രവചനങ്ങളും ദുരുപദേശങ്ങളും കേട്ട് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മേൽ ദൈവം ദുരാത്മാവിനെ അയക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ക്ലീൻ ആയല്ലോ? അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ പിറകെ പോകുന്നവർക്ക് കിട്ടുന്ന സമ്മാനം ഇതാണെന്ന് മനസ്സിലാക്കണേ ഇനിയെങ്കിലും. എന്നിട്ട് ഞങ്ങളോ, കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ഞങ്ങൾ ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. എന്താ ഈ മഹത്വം? ആദാമും ഔവയും നഷ്ടപ്പെടുത്തിയ ദൈവ തേജസ്, ആ ദൈവ തേജസ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ കർത്താവിൽ വിശ്വസിച്ച് നീതിയോടെ വിശുദ്ധിയോടെ ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആദാം നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ ശരീരം നമുക്ക് കിട്ടാൻ പോകുന്നു. ഈ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് കർത്താവിന്റെ രാജ്യത്തിലായിരിക്കുന്നതിനേക്കാൾ ഒരു വലിയ ജീവിതം ഈ ഭൂമിയിൽ ഒരു മനുഷ്യ പുഴുവിനില്ല. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവകാശി പുഴുവായിട്ടോ. എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നല്ല മുട്ടം വിറകും ചിരട്ട കത്തിച്ചതും കൊണ്ട് നെഞ്ചത്തോട്ട് വെച്ച് കത്തിച്ച് ചാമ്പലാക്കും. പിന്നെ പാർസികളുടെ ഇടയിലുള്ള ഒരു രീതിയുള്ളത്, ചത്ത് കഴിയുമ്പോൾ മലയെ കൊണ്ടുവന്ന് വെച്ച് ചൂചയൊക്കെ കഴിച്ച് മലയെ കൊണ്ട് വെച്ചിട്ട് പോകും. എനിക്ക് തോന്നുന്നു അതാ കുറച്ച് നല്ല കുറെ പക്ഷികളെങ്കിലും തിന്ന് വിശപ്പടക്കട്ടെ. ഈ പുഴുവിന് കൊടുത്തോണ്ടും കത്തിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? എനിക്ക് തോന്നിപ്പോ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഉപദേശമൊന്നുമല്ല. എൻ്റെ ഡെഡ് ബോഡി കൊണ്ടൊരു 10-20 പക്ഷി വിശപ്പടക്കുന്നെങ്കിൽ അതല്ലേ നല്ലത്? ഇത് പുഴു എന്ന് കളഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, പുഴുവെങ്കിലും തിന്നട്ടെ. ദൈവമക്കളെ, മനോഹരമായ നമ്മുടെ ശരീരം മണ്ണിൻ്റെ അടിയിൽ പോയാൽ പിന്നെ നടക്കുന്നത് എന്താണെന്നറിയാമോ? ഞാനത് പല നിലയിൽ സെർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ട് ഞാൻ പറയുക. ഒരു വർഷം കഴിയുമ്പോൾ ചെന്ന് നോക്കിയ ഭീവത്സമായ രൂപമായിരിക്കും. തലയോട്ടിയും പല്ലും ഇളിച്ചിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ചത്ത അതിൻ്റെ ഉള്ളിലോട്ടങ്ങ് വീഴും നമ്മൾ. അത്ര ഭീകരമായിരിക്കും. മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിച്ച് കയറ്റാൻ കഴിയുന്നില്ലെങ്കിൽ യാക്കോബിനോട് ദൈവം പറഞ്ഞു, പുഴുവായ യാക്കോബേ, ഞാനും നീയും പുഴുവിൻ്റെ അവകാശത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവുമാണ് ദൈവത്തിന് ബന്ധം. മനസ്സിലായല്ലോ? റോമാലേഖനം 8-ാം അധ്യായത്തിലും അങ്ങനെ ഒരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം എപ്പോഴും പ്രസംഗിക്കുന്നതാണ്. അത് വായിക്കണം. ആ വാക്യമൊക്കെ നമ്മൾ വായിച്ച് കേട്ട് പഠിച്ച് അതിൽ നിന്ന് നമ്മൾ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ജീവിക്കണം. നമ്മൾ പ്രത്യാശ പുതുക്കി നമ്മൾ ജീവിക്കണം. റോമാലേഖനം 8-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാനതൊക്കെ വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നേമിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന ഒരു ശരീരം എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും കിട്ടും. അതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ചാപ്പും ചവറും വാരി കൂട്ടാനല്ല. മനസ്സിലായിക്കോണം. സാമ്പത്തികം ഒരു പരിധി വരെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മുടെ രക്ഷ അപകടത്തിലാകുമെന്ന് ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താ പാസ്റ്റർ അത് പറയാനുള്ള മറുപടി? കർത്താവ് പറഞ്ഞ ഒരു ഒറ്റ പോയിന്റാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? മോശന പ്രമാണം അനുസരിക്കുക. അന്ന് കർത്താവ് വരുമ്പോൾ മോശന പ്രമാണം തന്നു നിലനിന്നിരുന്നത്. അതാണ് കുഷ്ഠരോഗി സൗഖ്യമായപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു, നീ പോയി പുരോഹിതനെ കാണിച്ചിട്ട് നേർച്ച ചെയ്യാൻ പറഞ്ഞു. നീ പോയി പാട്ടുപാടി ആരാധിക്കാനില്ല. അത് പത്രോസിൻ്റെ
പരിശുദ്ധാത്മാവിൽ നിറവുള്ള പ്രസംഗത്തിന് ശേഷം രക്ഷിക്കപ്പെട്ട് വന്നവരായി പാട്ടുപാടി ആരാധിക്കും. അതുപോലെ മോശന പ്രമാണം അനുസരിച്ച് നല്ലവനല്ലോ എൻ്റെ ദൈവം എന്നേക്കുള്ളത് ആരാധന. നമ്മുടെ ആരാധന അതുമല്ലോണോ? ആരാധനയെക്കുറിച്ചുള്ള ക്ലിപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്തോത്രം, ഇവിടെ കാണുന്ന പ്രയോഗം ശ്രദ്ധിക്കുക. അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. അത് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ്. ദൈവമക്കളാകുന്നു ഇന്നതാകുന്നു ഇതിനെ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അവരിൽ പ്രത്യാശയുള്ളവരെല്ലാം താൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവാം. ഈ 2 തെസ്സലോനിക്ക ലേഖനത്തിലെ ഈ ഭാഗം 2-ാം അധ്യായം അധികം ആരും ഒന്നും പ്രസംഗിക്കാറില്ല. കാരണം പ്രസംഗിക്കാൻ പറ്റത്തില്ല അവർക്ക്. അതുപോലെ സബ്ജക്റ്റാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സുവിശേഷത്തിലൂടെ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച സുവിശേഷം യേശുക്രിസ്തു ആണല്ലോ. ആ സുവിശേഷത്തിലൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടു വന്നത് എന്തിനാ? യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ്. ഇവിടെ കിടന്ന് കളിക്കാനല്ല, ഇവിടെ കിടന്ന് സർക്കസ് കളിക്കാനല്ല. ആദാം നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ ശരീരം അവർക്ക് നഷ്ടമായി. അതോടുകൂടി മനുഷ്യൻ മരിക്കുന്ന ഒരു ജന്തുവായി മാറി. മനുഷ്യൻ മരിക്കാത്തവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചെന്നാ വേദപണ്ഡിതന്മാർ പറയുന്നത്. കൽപ്പന ലംഘന നിമിത്തം മരണം സംഭവിച്ചു. 2 മരണം, ആത്മമരണവും ശാരീരിക മരണവും സംഭവിച്ചു. അതിൽ നിന്നാണ് യേശുക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടെടുക്കുകയും ദത്തെടുക്കുകയും ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. സ്തോത്രം. അപ്പം അവൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അകൽ സൗരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്. 15-ാമത്തെ വാക്യം റെഡ് ലൈൻ കൊണ്ട്, റെഡിങ് കൊണ്ട് നിങ്ങളുടെ ബൈബിളിലൊക്കെ ഒന്ന് നോട്ട് ചെയ്തിടുക. 15-ാമത്തെ വാക്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാക്യം, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളും. വാക്കിനാൽ തന്ന പ്രമാണം പ്രവൃത്തി പുസ്തകവും, ലേഖനത്തിലൂടെ തന്ന പ്രമാണം റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയും വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1, 2, 3 കൂടി നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും നമുക്കതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെ വരുന്നു. ബാക്കി 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണവും. അപ്പം യേശുക്രിസ്തുവിനെ ചാടിക്കാനായിട്ട് 15 രാഷ്ട്രങ്ങളിലുള്ള ബുദ്ധിജീവികൾ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുക. ഒരേക ലോക ഗവൺമെൻറ്, ലോക നേതാക്കന്മാരുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു പോലും, ഈ ലോകത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ല. ഒരു ചെകുത്താനെങ്കിലും വന്ന് ഈ ലോകത്തെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരു മഹാൻ പറഞ്ഞു എന്നാണ് ഒരു പ്രസംഗം ഞാൻ കേട്ടത്. ആ പ്രസ്താവന 100% ശരിയാണ്. ചെകുത്താൻ വരാൻ പോകുന്നു. സുന്ദരനും സുമുഖനും ആയ ഒരു ചെറുപ്പക്കാരൻ, സ്വതന്ത്രം, അവൻ ആ കുഞ്ഞ് പറന്ന് വീണെന്നാൾ പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഈ ലോകത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ പോവുക. 260 രാഷ്ട്രങ്ങളും 260 രാഷ്ട്രത്തലവന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭരിച്ച് മുടിച്ചും നശിപ്പിച്ച് നാരായണക്കല്ലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആർക്കും പൊടിനകു കയറിയ പൊടി വലിയ നേതാവാണ്. ഇതുപോലെ ചോരകുതിയൻ വേറെയില്ല. എല്ലാവരും ഒക്കെ എടുത്ത് നോക്കിയേ. കിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ രക്തദാഹിയാ, പിശാചാണെന്ന്. ഇതൊക്കെ മനുഷ്യന്റെ വേഷമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പരസ്പരം കടിച്ചു കീറാൻ ആഗ്രഹിക്കുന്ന അറേബ്യൻ രാജാക്കന്മാർ, ഒരാളെ കൊന്ന് വേറൊരാൾ ഭരണം പിടിച്ചെടുക്കുന്നു. ഇതെല്ലാം മാറപ്പോകാൻ പോവുക. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ട സ്വപ്നം, നെബൂഖദ്നേസർ കണ്ട സ്വപ്നം ദാനിയേൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബാബിലോൺ, മെദി, പെർസ, ഗ്രീസ്, റോം, 4 സാമ്രാജ്യങ്ങൾ ലോകത്തെ അടക്കി ഭരിച്ചു. ആ ഭരിച്ച് വന്നിട്ട് അവസാനം വന്നിരിക്കുന്ന ഈ ഇന്നത്തെ നമ്മുടെ ഭരണ സംവിധാനം, ഡെമോക്രസി, ജനാധിപത്യം, കിങ്ഡം പല സ്ഥലങ്ങളിലുണ്ട്. അതും ഗുണമല്ലെന്ന് തന്നെ പുസ്തകം പഠിപ്പിക്കുന്നേ.
ഈ 4 ഭരണ സംവിധാനങ്ങളും ആ ബിംബത്തിൻ്റെ 4 പാർട്ടുകളായിട്ട് കാണിക്കുന്നുണ്ട്. ഞാനത് കുറിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ പാർട്ടി ഇരുമ്പും കളിമണ്ണും, റോമൻ സാമ്രാജ്യവും ജനാധിപത്യവും കൂടി ചേർന്ന് പോവുക. നടക്കില്ല. ഈ ഇരുമ്പും കളിമണ്ണും ചേരാതിരിക്കുന്ന പോലെ ഈ ഭരണവും ലോകത്തിന് എറിക്കുന്നതല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൈതൊടാതൊരു കല്ല് പറഞ്ഞു വരുന്നു. സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമെന്നാണ് ആ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം. എത്ര മനോഹരമായൊരു സബ്ജക്റ്റാണെന്നറിയൂ. ആർക്കും അതൊന്നും പ്രസംഗിക്കാൻ നേരമില്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ സകല മാനുഷിക ഭരണ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് കർത്താവിനോടൊപ്പം ഒരു പങ്കുണ്ട്. തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കോടതി കയറിക്കൊണ്ടിരിക്കുന്ന പെന്തക്കോസുകാരോട് പൗലോസ് എന്താ പറഞ്ഞേ? വിശുദ്ധന്മാർ ഭൂമിയെ ഭരിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പലർക്കും അറിയത്തില്ലെന്ന്. നിങ്ങൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടായാൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പാകെ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നുവോ? നമ്മുടെ ഇന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പന്മാരൊക്കെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ചെയ്യുന്നതല്ലേ? അന്യൻ അഭക്തന്മാരുടെ മുമ്പാകെ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്ത് വിധിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. എന്നാൽ നിങ്ങൾ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനി നിങ്ങളുടെ ഇല്ലയോ? ഡോക്ടർമാരും റവറൻറ്റുമാരും വലിയ വലിയ PhDയും MTHും BTHും അങ്ങനെ മാസ്റ്റർ ബിരുദങ്ങളെടുത്ത അനേക പ്രിയപ്പെട്ടവർ ആത്മീയ കോളത്തിൽ കടന്ന് വിലസുന്നുണ്ട്. ഇവർ ഈ ഡിഗ്രി എടുത്ത് എന്തിനാ കോടതി പോകാനാണ്? അല്ല, പൗലൂസിനോട് ചോദിക്കുക. പൗലൂസ് പറഞ്ഞു, ഞാനൊരു ചാപിള്ളയാണ്, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. ഞാനൊരു ചാപിള്ളയാണ്. ഡോക്ടർ പട്ടമൊക്കെ കൊണ്ടുവന്ന് ദൂരെ കളഞ്ഞിട്ട് ആ പൗലൂസിനോട് ചേരെ എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി 15:8. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉദ്ധരിച്ചതിനാൽ അപ്പോസ്തലന്റെ പേരിന് യോഗ്യനല്ല, എങ്കിലും ഞാനാകുന്നത് കൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. അതാ പൗലോസ് പറയുന്നത്. ഞാനല്ല അധ്വാനിച്ചത്, എന്നോടുള്ള ദൈവകൃപയെ അധ്വാനിച്ചത്. റോമർ 15:18 കൂടി ചേർത്ത് വായിച്ചോണം. ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ചു, എനിക്കൊന്നും മിണ്ടാനില്ല. ഞാനൊരു സൈലന്റ് പേഴ്സൺ, എനിക്കൊന്നും മിണ്ടാനില്ല. ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ചു. ഇപ്പം നമ്മൾ കിടന്ന് കുറേ അങ്ങ് പ്രവർത്തിക്കുക. കൺവെൻഷൻ നടത്തുന്നു, വാസപ്രാർത്ഥന നടത്തുന്നു, വലിയ വലിയ മെഗാ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു, അതിൻ്റെ പേരിൽ കാശടിച്ചു മാറ്റുന്നു. അതല്ലേ നടക്കുന്നത്? പൗലോസും പത്രോസും ഒക്കെ ചെയ്ത പോലെ ചെയ്യാൻ നോക്കട്ടെ പാസ്റ്റർമാരെ, വെറുതെ കിടന്ന് ചുമ്മാ പാഴ്പണി ചെയ്യാതെ. പൗലോസിൻ്റെ വാക്ക് ഈ വിഷയം പറഞ്ഞ് ഞാനങ്ങ് നിർത്തുക. ക്ലിപ്പ്. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാലപ്രജ KJV ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. ഞാനൊരു ചാപിള്ള മാസം തികയുന്നതിന് മുൻപ് ഭൂമിയിലേക്ക് വീണ ഒരു മാംസകഷ്ണമാണ്. ഒരു ഗുണവുമില്ല ഞാൻ. എൻ്റെ ദൈവമേ! അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുമ്പോൾ ഇവിടെ ഡോക്ടർമാരും റവറൻറ്റുമാരും പറഞ്ഞു. എനിക്ക് അമേരിക്കയിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, സഹോദരനുണ്ട്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ അങ്ങോട്ട് വന്നാൽ ഞാൻ ഡോക്ടറേറ്റ് എടുത്തു തരാം. ഞാൻ പറഞ്ഞ് എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന്. ഇവിടെ ഡോക്ടറേറ്റൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഡോക്ടറേറ്റും റവറൻറ്റ് പട്ടവും ഒക്കെ കിട്ടും. ഞങ്ങൾ മേടിച്ചോളാൻ പറഞ്ഞു. 2-3 ഒക്കെ വാരി തലയിൽ വെച്ചോ, എനിക്ക് വേണ്ട. സ്വത്രം. കാരണം മനുഷ്യൻ ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടായിരുന്നു സുവിശേഷം പ്രസംഗിക്കുന്നത്, ആത്മാവിലല്ല.
തത്വജ്ഞാനവും വെറും വാഞ്ചനയും കൊണ്ട് അനേകരെ ചതിച്ച് നരകക്കുടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ ശുദ്ധമായ നിർമ്മലമായ ദൈവവചനം പ്രസംഗിക്കാൻ ആരുമില്ല. കർത്താവ് തിരഞ്ഞെടുത്ത സാധാരണ മുക്കുമാരായ അവർക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് എന്ത് കഴിവുണ്ട്. സ്വതന്ത്രം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 26 മുതലുള്ള വാക്യം. സൗരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളെ ഏറെയില്ല, ബലവാന്മാരെ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ രചിപ്പിക്കുവാൻ ദൈവലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ രചിക്കുവാൻ ദൈവലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഈ ബലഹീനമായതും പോഷത്വമായതും എന്ന് പറഞ്ഞത് പോഷന്മാരെയും ബലഹീനന്മാരെയും തിരഞ്ഞെടുത്തു എന്ന അർത്ഥം. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവലോകത്തിൽ കുലഹീനവും നികിഷ്ടവുമായതും ഏതുമില്ലാത്തതിനെയും തിരഞ്ഞെടുത്തു. ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ? അന്നത്തെ റോമൻ സാമ്രാജ്യം ഭരിച്ചുകൊണ്ട് ബുദ്ധിജീവികൾ, അന്നത്തെ ഗ്രീക്കേഴ്സ്, സോക്രട്ടീസിൻ്റെ തത്വജ്ഞാനികൾ, വലിയ വലിയ ബുദ്ധിജീവികൾ, അവരെ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവലോകത്തിൽ കുലഹീനവും ഒരു ബോധമില്ലാത്തങ്ങളെ, നികിഷ്ടന്മാരെ പോലെ ലോകം എണ്ണിക്കൊണ്ടിരുന്നത് ഏതുമില്ലാത്തവരെ തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആമോസ് തന്നെ, പുള്ളി തന്നെ പറയുന്നുണ്ട്. ആമോസ് എന്താ പറയുന്നത്? ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല. പിന്നെന്തോ? കാട്ടത്തിപ്പഴം പറിക്കുന്നവനല്ല. പറിക്കാൻ കുറച്ച് അഭ്യാസം നടത്തണം. പഴം പറിച്ചിട്ട് നോക്കി. ഇത് പഴം താറേ വന്ന് പൊത്തോന്ന് വീഴുമ്പോൾ എടുത്ത് കൊട്ടയിലിടാനായിട്ട് വലിയ അറിവൊന്നും വേണ്ട. അവനോട് പറഞ്ഞു, ഇസ്രയേലിനെതിരെ നീ പ്രവചിക്കാൻ എനിക്ക് കൊണ്ട് കഴിയത്തില്ല. നിന്റെ നാവിൽ തരുന്ന വചനം നീ വിളിച്ചു പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ശുശ്രൂഷന്മാർ ഇന്ന് ഭൂമിയിലുണ്ട്. അന്നത്തെ കാലഘട്ടം അല്ലെന്ന് വെച്ചോ, ഇന്നിപ്പോൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആണല്ലോ. കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കണമല്ലോ. ബൈബിൾ കോളേജൊക്കെ നല്ലതാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം മാറിപ്പോയി. പണം ഉണ്ടാക്കാനുള്ള സൂത്രങ്ങളായിപ്പോയി അതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, യേശുക്രിസ്തു വന്ന് കിരാത ഭരണം ഇവിടെ ആരംഭിക്കാൻ പോവുക. ആ ഭരണത്തിൻ്റെ കീഴിൽ മരണം കൊതിക്കാതെ, മരണത്തിനെ അന്വേഷിക്കാതെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഏവർക്കും ഈ പുതുവത്സരത്തിൽ അതിനുള്ള കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വിശദമായ പഠനം പിന്നാലെ വരുന്നുണ്ട്, കർത്താവ് അനുവദിച്ചാൽ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.